നന്ദിനി പേരിട്ട് വിളിച്ചിരുന്ന 3-4 പശുക്കുട്ടികളുണ്ടായിരുന്നു മോനെ. അവറ്റകള് അതിക്കിടന്ന് വെന്ത് ചത്തു. അന്ന് അത് കണ്ടതി പിന്നെ എന്റെ മോൾ ഇങ്ങനെയാ. സോറി, ഞാൻ കുടിച്ചു ബോധം കെട്ട് കിടക്കുന്ന പല രാത്രികളിലും നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ താൻ പേടിച്ചിരിക്കായിരുന്നു അല്ലേ? ഛേ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തനിക്ക് കാവലിരിക്കുമായിരുന്നു. കുഴപ്പമില്ല സാർ, ഞാനേ ചോറ് വെന്തോ നോക്കട്ടെ. മുത്തശ്ശിയുടെ മോള് ഒരു പാവാ. എന്നെ പോലൊരു കൊള്ളരുതാത്തവന്റെ കയ്യില് ഒരിക്കലും വന്നു ചേരാൻ പാടില്ലാത്ത ഒരു പാവം. ആരാ പറഞ്ഞത് മോൻ കൊള്ളരുതാത്തവനാണെന്ന്? മോൻ നല്ലവനാ. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് നല്ലവനാകാനേ പറ്റൂ. പഴയ വീടിന്റെ ഓർമ്മയ്ക്ക് നമുക്കിന്ന് നിലത്തിരുന്ന് കഴിക്കാം. എന്താ? എനിക്ക് കുറച്ചുകൂടെ വേണം. മതി. എനിക്ക് കുറച്ചുകൂടെ വേണം. ചേച്ചിക്ക് കൊടുക്ക. അതിനെ എനിക്കൂടെ മതി മതി മതി. വെള്ളം അതിങ്ങെടുത്തേ. മോനെ, ഒന്നും നേരെ ചൊവ്വേ വെച്ചല്ല കേട്ടോ, ഉള്ള സമയം കൊണ്ട് തട്ടിക്കൂട്ടിയതാ. ഇതൊക്കെ മതി മുത്തശ്ശി, ഇത് തന്നെ ധാരാളമല്ലേ? ഓ, ഇത് മുത്തശ്ശിയുടെ വക സ്പെഷ്യലാ. ഓ, എന്റെ പൊന്നു മുത്തശ്ശി, എന്തൊരു ടേസ്റ്റാ. ഇതെങ്ങനെ കൊണ്ടുപോയി വല്ല 5 സ്റ്റാർ ഹോട്ടലിന്റെ അകത്തും വെച്ചാ ഉണ്ടല്ലോ, ഒരു ചെറിയ പ്ലേറ്റ് 2000-3000 വിൽക്കാൻ പറ്റും. 2000 രൂപയോ? ആ അതെ, സാർ ഒരു ഉപമ പറഞ്ഞതാ. മുത്തശ്ശി അതിലൊരു ബിസിനസ് ഒന്നും ചിന്തിക്കണ്ട. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ ചമ്മന്തി കഴിക്കാനല്ലേ വന്നിരിക്കുന്നേ. ഓ, ഇതിപ്പോ കുടുങ്ങി പോലെ മുത്തശ്ശി. ഏതാ ബെറ്റർ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. ചേച്ചി, സാറിനൊരു വലിയ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്താ? ഈ വിളമ്പി വെക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കാന്ന് പറയില്ലേ, ആ ക്വാളിറ്റി. ഏയ് കാർത്തു, ആ പറഞ്ഞാലൊരു തെറ്റുണ്ട്. എന്റെ കാർത്തു, ഞാൻ ഇത്തരം സാധനങ്ങള് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ്. അവിടെ മുത്തശ്ശി ഉണ്ടാക്കി തന്നൊരു കഞ്ഞിയുണ്ടല്ലോ, ഉള്ളി മുളക് അരച്ചു കൂട്ടി അതിന്റെ കൂടെ കഴിച്ചത്. എന്റെ ജീവിതത്തിൽ അത്രയും നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല. പിന്നെ എന്റെ കുരുത്തക്കേടുകൊണ്ട് തന്റെ ചേച്ചിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയതുകൊണ്ട് എന്റെ വീട്ടിലുള്ള ആളുകളും അത്യാവശ്യം തന്നെ കുഴപ്പമില്ലാത്ത ഭക്ഷണം ഇപ്പൊ കഴിക്കുന്നുണ്ട്. സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി സാറേ, അവളുണ്ടാക്കി തന്നോളും. റിലാക്സ് ആയോ? ഇന്ന് നല്ല കാറ്റും മഴ ഉണ്ടെന്നാ തോന്നുന്നു. എന്നാ ചേച്ചി ആരെ ഉറക്കില്ല ചേട്ടാ, അത് ഉറപ്പാ.
മോളെ നീ എന്താ കിടക്കുന്നില്ലേ? ഞാൻ പിന്നെ കിടന്നോളാം, അമ്മ പോയിക്കോ. എന്താ നോക്കി നിൽക്കുന്നേ? പോകാനല്ലേ പറഞ്ഞേ? മോളെ, സാറിന്ന് ഇവിടെയാണോ കിടക്കുന്നേ? സാറിന് AC ഒന്നും ഇല്ലാതെ പറ്റില്ല മുത്തശ്ശി. സാറിനോട് വീട്ടിലോട്ട് പോയിക്കോളാൻ ഞാൻ പറയാം. അല്ലാതെ ഉറങ്ങില്ല. ആ, അതാ മോളെ നല്ലത്. വെറുതെ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഏട്ടൻ പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ നമ്മുടെ വീട്ടിൽ കിടന്നിട്ടില്ലേ? പിന്നെന്താ ഇവിടെ? നീ അഭിപ്രായം ഒന്നും പറയണ്ട. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? അല്ല സർ, സാർ വീട്ടിൽ പോവല്ലേ? ഞാനോ? ഞാനിവിടെ നിൽക്കുന്നു തന്നോട് പറഞ്ഞല്ലേ, പിന്നെന്താ? അല്ല സർ, അവിടെ ആവുമ്പോ സാറിന് പതിവ് പോലെ AC-യിൽ കിടക്കാം. ഓ, ഒരു ദിവസം AC ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്ന് ഇവിടെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. താഴെയുള്ള മുറിയിലെ കട്ടിലൊന്നുമില്ല. ആ കാത്തു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് പോരെ. മുത്തശ്ശിയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും കിടക്കാം. ഏയ് നോ, പിള്ളേർക്ക് 2 മുറി ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു മാറ്റവും ഇല്ല. അതിൽ അവർ കിടക്കും. എന്നാ സാർ ഇവിടുത്തെ മുറി കിടന്നോ, ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടന്നോളാം. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താ എന്താ മുത്തശ്ശി? അതെന്താടി സാറിനെ തനിച്ചു കിടത്തുന്നേ? പിന്നല്ലാതെ. എന്ത് പിന്നല്ലാതെ? ദേ, വാടക വീടാണെങ്കിലും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറിയിരിക്കുക. പാല് കാച്ചി കയറിയ വീട്ടില് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവരൊരു മുറിയിലാ കിടക്കേണ്ടത്. നീ ഇന്ന് സാറിന്റെ കൂടെ കിടന്നാ മതി, എന്റെ കൂടെ കിടക്കണ്ട. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്കേ. ഇങ്ങോട്ട് തീരുമാനമൊന്നും പറയണ്ട. നീ വന്നേ, വാ. അല്ല, വാടി. അതെ, പിള്ളേരൊക്കെ പോയി ഉറങ്ങാൻ നോക്ക്. സുദേവാ, നീ കിടക്കുന്നില്ലേ? അല്ലമ്മേ, ഇതൊരു തീരുമാനമായിട്ട്. എന്ത് തീരുമാനമാവാൻ? സാർ ഇവിടെയാ കിടക്കുന്നതെങ്കിൽ നന്ദിനി സാറും കൂടി ആ മുറി കിടക്കും. ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ എവിടെയായിട്ടൊക്കെ കിടക്കാം. ആ, നന്ദിനി, നീ എന്താ നോക്കി നിൽക്കുന്നേ? നീ ആ മുറി പോയി ഷീറ്റൊക്കെ വിരിച്ചേ. ഡി, നിങ്ങളൊന്നും പോയി കിടക്കുന്നില്ലേ? ആ, പൊയ്ക്കോ. മോനെ, ഞാനേ അടുക്കളയിലെ ജോലിയൊന്ന് ഒതുക്കിയിട്ട് വരാം.